ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വളരെ എളുപ്പത്തിൽ ചപ്പാത്തിയും പൂരിയും പ്രസ്സൊന്നും ഉപയോഗിക്കാതെ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ള വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് നന്നായി സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ കാണിക്കാൻ പോകുന്ന മെത്തേഡ് 5-6 ചപ്പാത്തിയൊക്കെ ഒരുമിച്ച് നമുക്ക് പരത്തിയെടുക്കണമെങ്കിൽ ഇതുപോലെ ഓരോ ഉരുളകളാക്കി ഒരു ഉരുളയുടെ മുകളിൽ കുറച്ച് പൊടി വിതറി കൊടുത്തതിന് ശേഷം അടുത്ത ഉരുള വെച്ച് കൊടുക്കുക. പിന്നെ അതിന് മുകളിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് അടുത്ത ഉരുള വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്ലേറ്റ് വെച്ചിട്ടാണ് കുറേ ചപ്പാത്തികൾ തയ്യാറാക്കി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കവറ് വിരിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഉരുള വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ ഒരു കവറ് വിരിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഉരുള വെച്ച് കൊടുക്കുക. പിന്നെ കവറ് വിരിച്ചു കൊടുക്കുക. എന്നിട്ട് പ്ലേറ്റ് വെച്ച് ഒന്നമർത്തി നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം വിട്ട് വരുന്നുണ്ട്. തയ്യാറാക്കി എടുക്കാവുന്നത് തന്നെ മനസ്സിലാകും. ഒന്നും ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊന്നുമില്ല. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ പല ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഷേപ്പിൽ എല്ലാ ചപ്പാത്തിയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഷേപ്പിൽ വെട്ടിയതിന് ശേഷമാണെങ്കിൽ പോലും നമുക്ക് ഓരോന്ന് ഇതിൽ നിന്നും വിട്ട് കിട്ടുന്നുണ്ട്. ഇതൊന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ച് നമുക്ക് കിട്ടാത്ത രൂപത്തിലൊന്നല്ല, ഓരോന്നും നമുക്കിങ്ങനെ അടർത്തി മാറ്റി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അഞ്ച് ചപ്പാത്തിയൊക്കെ ഒറ്റ ട്രിപ്പിൽ തന്നെ എങ്ങനെ ചുട്ടെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ചപ്പാത്തിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 ചപ്പാത്തി നമ്മൾ അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സൈഡ് ചൂട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മോൾ വശത്ത് കാണുന്ന ചപ്പാത്തിയുടെ ഒരു വശം ആയിട്ടുണ്ടാവും, അത് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെയും അതുപോലെ തന്നെ. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, അതിൽ ബബിൾസൊക്കെ വന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി ചപ്പാത്തിയും അതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഓരോന്ന് മാറ്റി കൊടുക്കുക. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി അടുത്തതായിട്ട് തയ്യാറാക്കി നോക്കാൻ പോകുന്നത് പ്രസ്സോ പലകയോ ഒന്നും ഇല്ലാതെ ചപ്പാത്തി നമുക്ക് എങ്ങനെ പരത്തിയെടുക്കാം എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഞാനിവിടെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത്. ആ കവറിനുള്ളിലേക്ക് ഈ ഉരുള വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്കായിട്ട് പിന്നെ ഞാനിത് എന്തുകൊണ്ടാണ് പരത്തുന്നത് എന്ന് വെച്ചാൽ ഞാനിവിടെ ഉള്ള ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ആ പ്ലേറ്റ് വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വട്ടത്തിൽ തന്നെ ചപ്പാത്തി കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രസ്സും പലകയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചപ്പാത്തി വളരെ എളുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാൻ കഴിയും കേട്ടോ. തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി എടുക്കണം. പൂരിയും ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഇതുപോലൊരു കവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 3 വശങ്ങളും ഇതുപോലെ കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 3 ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തതിന് ശേഷം
പൂരി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ചെറിയ ഉരുളകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ കവറിലേക്ക് വെച്ച് കൊടുത്ത് ഒരു പ്ലേറ്റ് വെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഈ രൂപത്തിലുള്ള ചെറിയ പൂരിയായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇത്തിരി വലിപ്പം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ വലിയ ശക്തിയോട് കൂടി പ്രസ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ചെറിയ രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ചെറിയ പൂരി വേണ്ടവർക്ക് ചെറുതായിട്ടും വലുത് ആവശ്യമുള്ളവർക്ക് വലിയ രീതിയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ രണ്ട് രീതിയിലും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ പൂരിയും ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പ്രസ്സിൻ്റെയോ അല്ലെങ്കിൽ പലകയുടെയോ ഒന്നും ആവശ്യം വരുന്നില്ല. ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരികയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. പൂരി തയ്യാറാക്കാനായി എടുക്കുന്ന മാവിലേക്ക് സ്വല്പം റവ ചേർത്ത് കുഴച്ചെടുക്കുകയാണെങ്കിൽ എണ്ണ ഒട്ടും കുടിക്കാത്ത പൂരി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൂരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെയാണ് ഞാൻ ചപ്പാത്തിയും തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി പൊങ്ങി വരുന്ന രീതിയിലുള്ള ചപ്പാത്തി തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.